ഓക്കെ, നമ്മൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഡൊണേഷൻ ബോക്സിലോട്ട് ഞങ്ങൾ ഇട്ടു. ലിജോ ഇന്ന് വീട് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ലീവ് എടുത്തു. ലീവ് എടുത്തിട്ട് ഓഫീസിൽ പറഞ്ഞു ഛർദിലാന്ന്. മുഖത്ത് കാണിക്കേ സാഡാകുക. And that's a wrap to our favorite space. We have taken everything, എല്ലാം കൊണ്ടുപോയി ആൻഡ് എല്ലാം കാലിയാക്കി. Everything done. All done. Hey guys, good morning. അപ്പോൾ ഇന്ന് August 1st ഞങ്ങളുടെ റൂം ഷിഫ്റ്റിംഗ് ഡേ ആണ്. വീട് ഷിഫ്റ്റിംഗ് അല്ല, ഞങ്ങൾക്ക് ഇവിടെ വീടായിട്ട് കിട്ടത്തില്ല ഇവിടെ ജീവിക്കാൻ. അപ്പോൾ ദിസ് ഇസ് അവർ റൂം ഷിഫ്റ്റിംഗ് ഡേ. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ടയേർഡായി, എല്ലാം പാക്ക് ചെയ്ത് കിടന്നപ്പോൾ ടയേർഡായി. ആൻഡ് ടുഡേ ഇന്ന് ഉച്ച തിരിഞ്ഞ് വി ഹാവ് ടു ഷിഫ്റ്റ് എവറിത്തിങ്. അപ്പോൾ ഒരു 80% ഇസ് ഡൺ. ഇന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മേജർലി ഷാർജയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരേക്കാണ് മാറുന്നത്. അപ്പോൾ അവിടുത്തെ കടകളോ കാര്യങ്ങളോ ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാം അറിയാം. സോ വി തോട്ട് എനിവേസ് ഷിഫ്റ്റ് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ലാസ്റ്റായിട്ടൊരു പർച്ചേസ് നടത്താമെന്ന് ഓർത്തു. നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ അവിടെ പോയി തപ്പിപ്പിടിച്ച് വാങ്ങാണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാൻ ആണ് പ്ലാൻ. സോ ടുഡേ ആർ പ്ലാൻ ഇസ് ടു എല്ലാം ഒതുക്കി പെറുക്കി 100% ക്ലീൻ ആക്കുക. ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ഡൊണേഷൻ ബോക്സിൽ കൊണ്ടുപോയിടുക. പിന്നെ ഡ്രീം ലാൻഡിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുക. സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ട് റീഫിൽ ചെയ്ത് തന്നെ നമ്മൾ ബോക്സസിലോട്ടാക്കി പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ആകുക. ഇതാണ് ഇന്നത്തെ പ്ലാൻ. ആൻഡ് എൻ്റെ കണ്ണൊക്കെ പഴുത്തിരിക്കുക, ഉറക്കം. ലൈക്ക് ലിറ്ററലി ഫ്രം എ വീക്ക് ഞങ്ങൾക്ക് AC ഇല്ല, ഈ ഫ്ലാറ്റിൽ AC ഇല്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചടപടയിൽ നിന്ന് റൂമൊക്കെ അന്വേഷിച്ചത്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് കിടക്കുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആവുമായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ 5 മണി 6 മണിക്ക് എണിച്ച് കുളിച്ച് റെഡിയായി പോകും. അപ്പോൾ ഇത്രയും ടയർഡായിരുന്നു ദിസ് വീക്ക്. സോ ഇന്നാണ് നമ്മുടെ ആ ഒരു ബിഗ് ഡേ. അപ്പോൾ അൻറ്റിൽ യു വാച്ച് വെയർ വി ഷിഫ്റ്റ് ആൻഡ് വാട്ട് ഇസ് ദ റൂം ആൻഡ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്, ഇത്രയും തന്നെ ഉള്ളൂ റൂമൊക്കെ. ഞാൻ ഇപ്പോഴേ പറയാം, ഞങ്ങൾക്ക് വീടായിട്ട് കിട്ടില്ല അവിടെ. ഓക്കെ, സോ എൻ്റെ ജേർണിയിൽ എൻ്റെ കൂടെ നിൽക്കണം ആൻഡ് കീപ് സപ്പോർട്ടിങ്. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഞാൻ ദുബായിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇനി. സോ കീപ് വാച്ചിങ്. ഡോണ്ട് മൈൻഡ് മീ ബീൻ ലൈക്ക് ദിസ് ഓർ ലിജോ ബീൻ ലൈക്ക് ഇങ്ങനെ മുടിയൊക്കെ പറപ്പിച്ച്, ബിക്കോസ് ദിസ് ഈസ് ഓൾ ഹൗ റിയാലിറ്റി ലുക്സ്. നമുക്ക് എപ്പോഴും മേക്കപ്പ് ഇട്ടൊന്നും നടക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്തപ്പോൾ വീട് മുഴുവനും ക്ലീൻ ആയിരുന്നു. ബട്ട് ടോപ്പ് ഓഫ് എവറിത്തിങ് ബാക്കി ഉണ്ടായ കുറച്ച് തുണികൾ അലക്കിയും പിന്നെ ബെഡ്ഷീറ്റും ഉണ്ടായി. അത് ജസ്റ്റ് ഒന്ന് ഇതാകാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇട്ടതാണ്, ബോക്സസിൻ്റെ പുറത്തിട്ടതാണ്. സോ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വി ആർ സ്റ്റാർട്ടിങ് ദ ഡേ ഗൈസ്. അപ്പോൾ ഈ തുണിയും ഞാൻ പറഞ്ഞത് മറ്റേ ഡൊണേഷൻ ബോക്സിൽ ഇടുന്ന സാധനം. എനിക്ക് ഇടാൻ വേറെ തുണിയൊന്നുമില്ല ഇന്ന്, എല്ലാം പാക്ക് ചെയ്തു. സോ ഞാൻ ഈ ലൊത പാൻറ്റൊക്കെ ഇട്ടാൽ പോകുന്നത്. സോ ദീസ് തിങ്സ് വിൽ ഗോ ടു ദ ഡൊണേഷൻ ബോക്സ്. ഈ ഡൊണേഷൻ ബോക്സിലിടുന്ന ഈ തുണികൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ചാരിറ്റിക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് കീറിയതും പറഞ്ഞതൊന്നുമല്ല, എവറിത്തിങ് കയറാത്തതാണ്. ഇറ്റ്സ് ലൈക്ക് പുതിയ ജീൻസൊക്കെയാണ്, പക്ഷേ കയറത്തില്ല. ഇവിടെ എനിക്ക് ഇവിടുന്ന് എടുത്തു തന്നെ, ബട്ട് കയറാത്ത ഡ്രസ്സുകളൊക്കെയാണ്. ആൻഡ് എവറിത്തിങ് ഈസ് ന്യൂ, നത്തിങ് ഈസ് വെരി ഓൾഡ്. അപ്പോൾ ഇതൊക്കെ ചാരിറ്റിക്ക് പോകുന്നതാണ് പറയുന്നത്. സോ വി ആർ ഹെഡിങ്. ഞാൻ കാണിച്ചു തരാം, ഡബ്ബ കാണിച്ചു തരാം. ഭയങ്കര വെയിലായിരിക്കും പറ്റിയ. അപ്പോൾ നമ്മൾ ഇറങ്ങി. ആൻഡ് ഇതാണ് നമ്മളിപ്പോൾ നിന്നേച്ച ബിൽഡിങ്. ഏറ്റവും മുകളിലായിരുന്നു ഞങ്ങൾ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. 2 ഡൊണേഷൻ ബോക്സ് ഉണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡൊണേഷൻ ബോക്സ്. ഇവിടെ കാണുന്നുണ്ടോ? ഒരു കയ്യിൽ തുണി ആയതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. 1 സെക്കൻഡ്, അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ ഇതുവരെ ഡൊണേഷൻ ബോക്സിലൊന്നും ഇട്ടിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ആൾക്കാർ ഇടുന്ന കണ്ടിട്ടുണ്ട്. ദിസ് ഇസ് ദ ഡൊണേഷൻ ബോക്സ്. ഇതാരോ ചങ്ങലിട്ടിട്ട് പിന്നെ തുറക്കാൻ പറ്റാണ്ട് പോയതാന്ന് തോന്നുന്നു. കണ്ടോ, ക്ലോത്ത്സ്, ടെക്സ്റ്റൈൽ, ഷൂസ്, ബാഗ്സ് ഒക്കെ. അപ്പോൾ താനിടാതെ ഇട്ടിട്ട് ഇതിട് എൻ്റെ കയ്യിൽ. ഇട്ടിട്ട് വെച്ചിട്ട് ഓക്കെ, നമ്മൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഡൊണേഷൻ ബോക്സിലോട്ട് ഞങ്ങൾ ഇട്ടു. ഞാനിപ്പോൾ പോകുന്നത് കാണുന്ന ബിൽഡിങ്ങിലോട്ട് അല്ല, അത് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു ആക്ച്വലി ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. ലിജോ ഇന്ന് വീട് ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് ലീവ് എടുത്തിട്ട് ഓഫീസിൽ പറഞ്ഞു
ഛർദിലാന്ന് പറഞ്ഞുകൊണ്ട് സിക്ക് ലീവ് ലെറ്റർ വാങ്ങിക്കാൻ പോവാം. ഇനി അവിടെ പോയി അഭിനയിക്കണം ഛർദിന് മാതിരി. എന്നിട്ട് അവിടെ നിന്ന് ഡോക്ടർ സിക്ക് ലീവ് ലെറ്റർ തരും. എന്നാലേ ശമ്പളം കിട്ടുള്ളൂ. ഛർദിലുള്ള ആളെ കാണണം. ഭയങ്കര ഛർദിലാ. ഒരു സിക്ക് ലീവ് ഉണ്ട്, എന്നാലും അത് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ഓഫീസിലെ ആൾക്കാരെ. ഹോപ്പ്ഫുള്ളി റിജോയുടെ കമ്പനിയിൽ ആരും ഇത് കാണല്ലേ. ഉടുക്കത്തെ വെയില. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനത്തെ ഒരു നല്ല സ്വെറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്ന, വേറൊന്നും കാണുന്നില്ല അവിടെ. അപ്പോൾ ഇതാണ് ആശുപത്രി, മോഡേൺ ക്ലിനിക്, നോട്ട് ഹോസ്പിറ്റൽ, ക്ലിനിക്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ലിജോ കുറച്ച് ഫേക്ക് ആക്ടിങ് ഒക്കെ ചെയ്തിട്ട് വരും. ഞാനാണ് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇതേപോലത്തെ അവായി ചെരുപ്പിട്ടുകൊണ്ട് വന്നു, ഓർമ്മയില്ലാണ്ട്. ഓക്കെ, ഞങ്ങൾ ഇറങ്ങി. ലിജോയുടെ അടുത്ത് ചോദിക്കും ഡോക്ടർ എന്താ പറഞ്ഞു. ഒരു മിനിറ്റ്. ഇതാണ് ലിഫ്റ്റ്, ആശുപത്രിയിലെ ലിഫ്റ്റ്. ഡോക്ടർ എന്താണോ പറഞ്ഞത്, തനിക്ക് എന്താ അസുഖം? മുഖത്ത് കാണിക്കേ, സാഡാക. ഇപ്പം ഈ മരുന്നൊക്കെ വാങ്ങുമോ? അയ്യോ പാവം. സിക്ക് ലീവ് ലെറ്റർ കിട്ടിയാ കാണിച്ച? ഓക്കെ, ആരും കാണണ്ട. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഷിഫ്റ്റിംഗ് സീരീസിലെ ലാസ്റ്റ് ഭാഗങ്ങളിലോട്ട് എത്തുവാണ്. വെയിലാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് നമുക്ക് കടകളൊന്നും അറിയില്ല. അവിടെ ഫസ്റ്റ് ടൈം ചെല്ലുന്നുണ്ട്. വി ഡു നോട്ട് നോ അവിടുത്തെ സ്റ്റോഴ്സൊക്കെ. സോ ഞങ്ങൾ ഒരു മിനിറ്റ് റോഡ് ക്രോസിങ്. ഞങ്ങൾ ഇവിടെ തന്നെ, അതായത് അവർ ലാസ്റ്റ് പർച്ചേസ് ഫ്രം ഷാർജ. ആക്ച്വലി ശക്തി വീട്ടിൽ വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ അവൻ്റെ സൂട്ട്കേസ് എടുക്കാൻ വന്നു, എൻ്റെ കമ്പിളി തിരിച്ചു തരുന്നില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് പർച്ചേസ് ഇൻ ഷാർജ നമ്മൾ നടത്താൻ പോവാണ്. നോട്ട് വെരി ബിഗ്, അത്യാവശ്യ സാധനങ്ങൾ മാത്രം. എന്നിട്ട് പിന്നെ വി നീഡ് സം 1 week ഓഫ് ടൈം ടു ഫിഗർ ഔട്ട് അവിടെ ഏത് കടകൾ പുതിയ വീടിൻ്റെ അടുത്തുനിന്ന്. സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പർച്ചേസ് ഫ്രം ഷാർജ കാണാം. ഞാൻ ഓർത്തിതാരാ ഉപ്പ് ഞങ്ങൾ വാങ്ങി. ഇതൊക്കെ ചില്ലി പൗഡർ ഇതൊക്കെ വാങ്ങി. ഇപ്പം ഞങ്ങൾ ഉപ്പ് എടുക്കുന്നില്ല. ഇത് എണ്ണയും വാങ്ങണം. എണ്ണയുടെ ഉത്സവം. ഇത് 1 കിലോ. എണ്ണ, ഒലീവ്, ഇതെല്ലാം വി നോർമലി ടേക്ക്. അല്ലെങ്കിൽ നിങ്ങൾ കുക്കിംഗ് ഓയിൽ വേണോ? അതിനേലും നല്ലത് ഒലീവ് അല്ലേ? ഇതെന്താ? ശക്തി ആക്ച്വലി ചാവി, ഞങ്ങളുടെ വീടിൻ്റെ ചാവി എടുത്തിട്ടുണ്ടായി. ഇപ്പം ചാവി തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കുപ്പിയുണ്ടോ? ചില്ല 41 ദൂരം. ഒമ്മോ, ഒരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്നാക്കും കൂടെ എടുക്കാം. മറ്റേ ഒമാൻ ചിപ്സ് എവിടെ? കൊള്ളൂലേ? ഓ ഏതാ അറിയില്ല. ഏതെങ്കിലും അടിപൊളി എരിവുള്ള സാധനമുണ്ട് ഇവിടെ. സൂപ്പറാ. ഐസീറ്റ് എടുക്കണോ വാമപ്പ് എടുക്കണോ? വാമപ്പ് എടുക്കാം, എരിഞ്ഞു ചാവാം. അപ്പോൾ ബിസ്ക്കറ്റ് എന്തെങ്കിലും കൊടുക്കാം. എന്നാൽ ബിസ്ക്കറ്റ് സെക്ഷൻ കഹാ? യഹാ, ദേ ഇവിടെ ഉണ്ട്. ഏതെടുക്കണമല്ല കൺഫ്യൂഷനാണ്. ഇതെടുക്കാം. ജിം ജാം എടുക്കാം. ഞങ്ങൾ വീട്ടിലെത്തി. പക്ഷേ കടയിൽ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ നിന്ന് ഒരു അണ്ണൻ വന്നിട്ട് പറഞ്ഞു ഡിലീറ്റ് ദ വീഡിയോ എന്ന് പറഞ്ഞു.
അതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ പൊട്ടനായിരുന്നു കേട്ടോ, അത് ഡിലീറ്റ് ഫോൾഡറിലുണ്ടായി. ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലിപ്പായിരുന്നു. അവരുടെ മുമ്പ് വെച്ച് ഡിലീറ്റ് ചെയ്യണം. പിന്നെ അവർ നമ്മുടെ പുറകെ തന്നെ സ്പൈ പോലെ നടക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ലാസ്റ്റ് പർച്ചേസ് കാണിച്ചു തരാം. ചാർജർ നമുക്കൊരു മനസ്സിന് തൃപ്തി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ലാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്തത്. കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇങ്ങനൊരു ചിപ്സ് വാങ്ങി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് മസ്റ്റർഡ് സീഡ്, ചെറുപയർ, ജിം ജാം ബിസ്ക്കറ്റ്, ഉപ്പ്, പിന്നെ നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ഒലീവ് ഓയിൽ. നമ്മൾ കുക്കിംഗ് ഓയിലേക്കാളും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. ഓക്കെ, ഇപ്പം ഇത്രയും സാധനങ്ങൾ നമ്മുടെ ഒരു മനസ്സിന് തൃപ്തി കിട്ടാൻ വേണ്ടി ഫൈനൽ പർച്ചേസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി അറേഞ്ച് ചെയ്തെടുക്കണം. അതാണ് ഇനി മെയിൻ ടാസ്ക്. ഗൈസ്, ഞങ്ങളുടെ പാക്കിംഗ് ഇങ്ങനെ കഴിഞ്ഞു. ദ സൗണ്ട് ഓഫ് ദ ഫാൻ ഇസ് ടു മച്ച്. അഡ്ജസ്റ്റ് ചെയ്യൂ. 2 സൂട്ട് കേസ്, ബാഗുകൾ, 2 ബോക്സ്, ഇത് ആ 3 ചെരുപ്പുകളാണ് ലിജോയുടെ എൻ്റെയും. ഓക്കെ, വേറെ എന്നാ, ഇതും കൂടി കയറ്റാണ്ട്. പിന്നെ ഇതൊക്കെ ഊരി മാറ്റണം. ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഓൾ ഡൺ. പിന്നെ എൻ്റെ മീൻ കുഞ്ഞുണ്ട്, എൻ്റെ ടിങ്കു മീനിനെ കൊണ്ട് കൊടുക്കും. യെസ്, അപ്പം അത് ചില്ല പൊട്ടരുത്. ഗൈസ്, വി ആർ ഓൾമോസ്റ്റ് ഡൺ. ഇതും വി ആർ ഓൾമോസ്റ്റ് ദെയർ. ഓൾമോസ്റ്റ്. ഇനി കർട്ടനൊക്കെ പൂട്ടി ഞങ്ങളൊരു 1 hour റെസ്റ്റ്. 4:31. ഇറ്റ്സ് 4:30 ആൻഡ് വി ആർ പ്ലാനിങ് ടു ലിവ് ഇൻ അനദർ 1 hour. അപ്പോൾ കുളിച്ചു, ഫ്രഷായി. ഐ എം ഫീലിംഗ് സോ ബാഡ്. എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവിടെ നിന്ന് പോകാൻ. എമോഷണൽ അറ്റാച്ച്മെൻ്റ് അങ്ങ് വന്നുപോയി. അപ്പോൾ ലിജോ കുളിക്കുക. ആൻഡ് ഞങ്ങൾ വിചാരിച്ചു കുളിച്ചങ്ങ് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനങ്ങളൊക്കെ റെഡി. ആൻഡ് കുറച്ച് സാധനങ്ങളും കൂടെ ഫ്രം ദ ബാത്റൂം കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ, സോപ്പ്, അതും പിന്നെ ഫ്രിഡ്ജിലുള്ള വെജിറ്റബിൾസും കൂടെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എവറിത്തിങ് ഈസ് ഡൺ. ആൻഡ് ഇവിടുന്ന് പോകുന്ന ഓരോരോ സെക്കൻഡും എനിക്ക് ഭയങ്കര ഒരു പെയിനാണ്. 2 ആൾക്കും. ഞങ്ങളിവിടെ 1/2 hour കിടന്നിട്ട് പോലും ലിജോന് ഉറക്കം വന്നില്ല. ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് എത്ര നല്ല ദിവസങ്ങളായിരുന്നു ഇവിടെ. സോ ഫൈനലി വി ആർ ഗോയിങ് ടു സേ എ ഗുഡ് ബൈ. ആൻഡ് അടുത്ത വ്ളോഗ് പുതിയ സ്ഥലത്തായിരിക്കും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിൻ്റെ ഓരോരോ സ്റ്റെപ്പും ഇടണം എന്ന് ആഗ്രഹിക്കുന്നു. ഇനി ഷടപടേന്ന് അവിടെ ചെന്ന് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റില്ല. ബട്ട് ഐ കീപ്പ് അപ്ഡേറ്റ്. പുതിയ റൂം കാണിക്കാം, അവിടുത്തെ ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, സോ കീപ്പ് വാച്ചിങ്. ലിജോ കുളിക്കാൻ പോയി. ആ സമയം നോക്കി ഞാനോർത്തു റൂമിലിരിക്കുന്ന ട്രോളീസൊക്കെ മെല്ലെ മെല്ലെ ഞങ്ങളുടെ കോറിഡോറിലോട്ട് മാറ്റാമെന്ന്. ഡോറിൻ്റെ വെളിയിലല്ല, ഇൻസൈഡ് തന്നെ നമുക്കൊരു വലിയ മിറർ എൻ്റെ വീട് കാണിച്ചപ്പോൾ, അതായത് നമ്മുടെ റൂം കാണിച്ചപ്പോൾ നമുക്കൊരു ക്വിക്ക് ചെക്കിന് വേണ്ടി ഒരു വലിയൊരു മിററില്ലേ, ആ സൈഡിലേക്ക് ഓരോന്നായി ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ 2 ട്രോളിയും ബാഗ്സും എല്ലാം എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഐറ്റംസ് മാറ്റി. ആൻഡ് മെല്ലെ മെല്ലെ ഞാൻ ബോക്സസും മാറ്റി തുടങ്ങി. ബോക്സസ് ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറയുന്ന പോലെ ഞാൻ അത്യാവശ്യം കെയർഫുള്ളായിരുന്നു. കാരണം വി വോണ്ടഡ് ദ ബോക്സ് ടു ബി നീറ്റ്, മാക്സിമം നീറ്റായിട്ട് എടുക്കാണ്ടും പൊട്ടിക്കാണ്ടും ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ഇതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ബോക്സ് ആയിരുന്നു. വി പെയ്ഡ് ആൻഡ് ബോട്ട് ദിസ് ബോക്സസ്. ആൻഡ് അത്യാവശ്യം വെയിറ്റും ഉണ്ടായി. അപ്പോൾ അതൊക്കെ മാറ്റി. ഈ കവേഴ്സിൽ ഞങ്ങൾ ചെരുപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ തന്നെ കൊണ്ടുവന്ന് വെച്ചു ബിഫോർ ലിജോ കംസ്. ഗൈസ്, നമുക്കൊരു മീനുണ്ടായി. ഓക്കെ, നമ്മൾ 1 year ബാക്ക് വാങ്ങിയതാ ഇതിനെ. ഞാൻ ടിങ്കുന്ന് വിളിക്കാം, പക്ഷെ അതിന് ചെവി വെക്കില്ല. അപ്പോൾ വി ആർ നോട്ട് ടേക്കിംഗ് ടിങ്കു വിത്ത് അസ്. ടിങ്കുവിനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ പോവുകയാണ്. ഇവിടുന്ന് സാധനങ്ങളെല്ലാം മാറ്റി. അപ്പോൾ ഷിഫ്റ്റ് ആവുന്നതിന് മുന്നേ ടിങ്കുടെ മോട്ടറും എല്ലാം ആയിട്ട് വി ആർ ഗോയിങ്. എൻ്റെ ഫുഡ് ടിങ്കു ഭയങ്കര മൂഡ് സ്വിങ്സ് ഉള്ള ഒരു ഇതാ. ഗൈസ്, ഇവിടെ കാണുന്നത് ഇത് ഫോഗല്ല, ഹ്യൂമിഡിറ്റിയാ. ഒയ്യോ, ഞങ്ങളുടെ ടിങ്കു ഈസ് സീയിങ് ദ വേൾഡ്. പാവം, ഇത്ര ഹ്യൂമിഡിറ്റിയാ. ഞങ്ങൾക്ക് ലിറ്ററലി ഫോഗ് പോലെ കാണാം. ഇനി ടിങ്കുവിനെ കൊടുത്ത്
ഒരു ബോക്സും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. ഗൈസ് വി ബോട്ട് എ ന്യൂ ബോക്സ്. എന്നിട്ട് കുറേ സാധനങ്ങൾ അധികം കയറ്റി. എന്നാലും വി ഹാവ്, ഞങ്ങൾ ദുബായിൽ വന്നത് ഓൺലി വിത്ത് ദിസ് 2 ആൻഡ് ദെൻ വി നോ ഹാവ് ഓൾ ഓഫ് ദീസ്. ഇത്രയും സാധനങ്ങളുണ്ട് ഓൾ ഓഫ് ദീസ്. ഇത് ഈ ക്യാനൊന്നും നമ്മുടെ അല്ല, ഇതൊക്കെ ഒക്കെ. ജീസസ്, വി ഗോയിങ്. ആൻഡ് മൈ റൂം ലുക്സ് empty. Look, empty. ഈ ഫാന് കൂടി എടുക്കാനുള്ളൂ. ഫാന്, ചെയർ, ഇത് മുട്ട, ഇത് ഈ ഡ്രോയർ, നത്തിങ് എൽസ്. ഓൾമോസ്റ്റ് ഡൺ. ഇതെടുക്കുന്നില്ല, അതെടുക്കുന്നില്ല, വേണ്ട. Everything done. I'll miss this place. Oh. Complete exhaustion and I don't know what to say. ഞങ്ങൾ 2 ട്രോളി ആയിട്ട് വന്നതാണ് ദുബായിലോട്ട്. And then now we have a whole house to shift. എന്ത് പറയണമെന്ന് അറിയില്ല. വി ഹാവ് ഒരു ട്രിപ്പ് പോയി ലിഫ്റ്റിലേക്ക്. വി സ്റ്റിൽ ഹാവ് ദിസ് സോ മെനി തിങ്സ്. ഇത് ഹാഫ് ദ തിങ്സ് നമുക്ക് ഗിഫ്റ്റൊക്കെ തന്നേക്കുന്ന ആൾക്കാർ. വി മെറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങൾ കുറേ നല്ല ആൾക്കാരെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് മിററും ഈ പറഞ്ഞ ഐറ്റംസ്, ഈ ചെയർസൊക്കെ, ഈ ചെയറും പിന്നെ അവിടെ ഇരിക്കുന്ന ടേബിളും ഒക്കെ ദോസ് ആർ ഗിഫ്റ്റ്സ്. നമുക്കാണ് ബിൽഡിങ്ങിൽ AC വർക്കാവുന്നില്ല. എല്ലാം ടുഡേ ഈസ് 49 ഡിഗ്രി. ആൻഡ് ഐ റിയലി ഡോണ്ട് നോ. എൻ്റെ ദൈവമേ, ലിജോ താഴേക്ക് പോയിട്ടുണ്ട്. ഐ വാസ് ജസ്റ്റ് പുട്ടിങ് തിങ്സ് ഫ്രം ഹിയർ. അപ്പോൾ അതൊന്ന് തീർത്തിട്ട് അവരിങ്ങോട്ട് വരും. ആൻഡ് ദെൻ വി വിൽ ബുക്ക് ദ പോർട്ടർ ആൻഡ് വി ആർ ഫൈനലി ലിവിങ് ദിസ് പ്ലേസ്. ഐ ഡോണ്ട് നോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇറ്റ് ഫീൽസ് എക്സൈറ്റിംഗ് അറ്റ് ദ സെയിം ടൈം വിഷമാണ്. കുറേ അറിയുന്ന റോഡുകളും പരിചയമുള്ള ആൾക്കാരും കടകളും എല്ലാം, ഒരു വർഷത്തെ കൂട്ടും ബന്ധവും എല്ലാം വിട്ടിട്ട് പോകുമ്പോൾ ഒരു സങ്കടം. എനിവേസ്, ഇനി പുതിയ സ്ഥലം, എപ്പോഴും ലൈഫിൽ പുതുമ ഉണ്ടാവണമല്ലോ. എനിക്കറിയില്ല, ഇവിടെ വെളിച്ചമില്ല ഗൈസ്. ഇപ്പം നല്ല വെളിച്ചം. എൻ്റെ അമ്മയെ കാണാം. And that's a wrap to our favorite space. We have taken everything, എല്ലാം കൊണ്ടുപോയി ആൻഡ് എല്ലാം കാലിയാക്കി. എവറിത്തിങ് ഡൺ, ഓൾ ഡൺ. ഇത്രയും. ദിസ് വാസ് ആ റിസപ്ഷൻ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ. ആൻഡ് ഐ മിസ് ദിസ്. ആൻഡ് നമുക്ക് മുൻവശത്ത് ഇത്രയും സ്പേസൊക്കെ ഉണ്ടായി. ഐ മിസ് ഓൾ ഓഫ് ദിസ്. ഇതൊക്കെ ഞാൻ മിസ് ചെയ്യും. ഇത്രയും സ്പേസ്, ഭയങ്കര വിശാലമായ സ്പേസൊക്കെ ആയിരുന്നു. ഹ്യൂമിഡിറ്റി കൊണ്ട് നിൽക്കാൻ പറ്റണല്ലോ ഇവിടെ. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നതും എവറിത്തിങ് വാസ് ബ്യൂട്ടിഫുൾ. വാട്ട് ഡു യു ഫീൽ? ടയർഡ്? ഈസ് എക്സോസ്റ്റഡ് ഫ്രം യെസ്റ്റർഡേ. മടുത്തു. ഗൈസ്, ഇറ്റ് ഇസ് 10:15 ആൻഡ് ഞങ്ങളുടെ പുതിയ റൂമിലെത്തി. പക്ഷേ ഈ റൂമിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആക്കി ഇടാം. ഭയങ്കര വേർപ്പാണ്. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഹ്യൂമിഡിറ്റി. ഞാൻ ജസ്റ്റ് സാധനങ്ങൾ ഇവിടെ വെച്ചേക്കുന്നത് കാണിക്കാം. റൂമൊക്കെ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് 10:15. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 8 മണിയപ്പോൾ എല്ലാ സാധനങ്ങളും കയറ്റി. ആൻഡ് ദെൻ വി വെൻ ടു ഹാവ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ, ഒരു 1.5 കിലോമീറ്റർ വെറുതെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ. ഇവിടെ അധികം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷേ അധികം കിട്ടിയില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ. എന്നിട്ട് കറങ്ങിത്തിരിഞ്ഞ് വീടിൻ്റെ അടുത്ത് തന്നെ ഒരെണ്ണത്തിൽ കഴിച്ചു. എന്നാൽ ഇറ്റ് ഇസ് 10:15 സാധനങ്ങളൊക്കെ ഇപ്പോൾ അതും ചെയ്യുന്നില്ല. ഒന്ന് കുളിച്ചിട്ട് കിടക്കും. ഇനി ബാക്കി നാളെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്ത വ്ലോഗ് കാണാം. ഇപ്പോൾ ഫോർ നൗ ഐ വിൽ ഷോ ഓൾ ദ തിങ്സ് ആൻഡ് വൈൻഡ് അപ്പ് ദ വീഡിയോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഐറ്റംസ്, അതായത് നമ്മുടെ കസേര എടുത്തിട്ടുണ്ടായി, ബോക്സുകൾ ഇത് അവർ തന്നതാണ്. ഇത്
ഇത് ഇത് ഇത് എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ കാണും വരെ. ബേബ, can you say bye?